പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകരുണയുടെ തിരുനാളിൻ്റെ, പുതുഞായർ തിരുനാളിൻ്റെ ഒക്കെ പ്രാർത്ഥനകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെടാൻ വേണ്ടി. ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈസ്റ്റർ നോമ്പും പ്രാർത്ഥനയും കുർബാനയ്ക്ക് പോയി, പിന്നെ എന്തായി നമ്മുടെ അവസ്ഥ അതിന് ശേഷം? അല്ലേ, പനി, പണ്ടത്തെ എല്ലാ ദുർസ്വഭാവങ്ങളും, മൊബൈല്, സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ട്വിറ്റർ, പിന്നെ വെള്ളടി, കുറ്റം പറച്ചില്, പരദൂഷണം, ഇതെല്ലാം വീണ്ടും പ്രിയ സഹോദരങ്ങളെ പിശാച് വീണ്ടും അതെല്ലാം പുനഃസ്ഥാപിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ധ്യാനിക്കുന്നത് റോമ 14:10. അവിടെ വചനം പറയാണ്, നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു, അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു എന്നിട്ട് പറയാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. അതായത് ഇന്നല്ലെങ്കിൽ നാളെ വിധിയാളൻ്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് നീ നിന്റെ സഹോദരനെ നിന്ദിക്കരുത്, നിന്റെ സഹോദരനെ നീ വിധിക്കാൻ അവ ശരിയല്ല, അവൾ ശരിയല്ല, ഇങ്ങനെ ശരിയല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് വചനം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിന് അധികാരമുള്ളവരാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമല്ല പറയുന്നത്. അധികാരമുള്ളവരെ തീർച്ചയായിട്ടും ഒരു അധികാരി കറക്റ്റ് ചെയ്യണം. സഹോദര ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ മോനെ നീ അത് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യണേ, അതല്ല പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ പറയില്ലേ, വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലമുണ്ടല്ലോ, അത് പ്രിയ സഹോദരങ്ങളെ അത് നമ്മുടെ കൃപ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് മറ്റുള്ളവരെ വിധിക്കാതെ സംസാരിക്കാൻ വേണ്ട, വളരെ സ്നേഹത്തോടും കൂട്ടായ്മയോടും കൂടിയൊക്കെ പെരുമാറാനും സംസാരിക്കാനും വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒപ്പം തന്നെ നമ്മളുടെ ഈ പുതുഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഈസ്റ്ററിലൂടെ ഞങ്ങൾക്ക് ഈസ്റ്റർ ഉത്ഥാന തിരുനാളൊക്കെ ആണെങ്കിലും കുറേ അതിനുശേഷം പ്രായോഗിക ജീവിതത്തിൽ കൃപകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. വീണ്ടും അതിശക്തമായിട്ട് പുനരുദ്ധരിക്കാൻ വേണ്ട ദൈവിക വരം ഞങ്ങൾക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.